ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ. ഞാനൊരു യൂറോളജിസ്റ്റാണ്. യൂറോളജി സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ പേജിൽ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യൂറോളജി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. സ്ത്രീകൾക്കും യൂറോളജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു യൂറോളജിസ്റ്റിന്റെ സേവനം ആവശ്യമായി വരാറുണ്ട്. ഒരു യൂറോളജിസ്റ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഏത് സിസ്റ്റമാണ് നോക്കുന്നത്? ആദ്യം തന്നെ യൂറിനറി ട്രാക്ട്. അതിലെന്തൊക്കെയാ വരിക? വൃക്ക അഥവാ കിഡ്നി, മൂത്രവാഹിനി അഥവാ യൂറേറ്റർ, മൂത്രാശയം, മൂത്രസഞ്ചി എന്നൊക്കെ പറയുന്ന യൂറിനറി ബ്ലാഡർ, മൂത്രനാളി അഥവാ യുറേത്ര. ഇത്രയും വരുന്ന യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന അസുഖങ്ങളെല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു യൂറോളജിസ്റ്റാണ്. അടുത്തത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിലെന്തൊക്കെ വരും? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, സെമിനൽ വെസിക്കിൾ, ടെസ്റ്റിസ് അഥവാ വൃഷ്ണം, പെനിസ്. ഇതിൻ്റെ അസുഖങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നതും ഒരു യൂറോളജിസ്റ്റാണ്. ഇനി എന്തൊക്കെയാണ് അസുഖങ്ങൾ കോമൺ ആയിട്ട് യൂറോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്? മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ കല്ല്, യൂറിനറി സ്റ്റോൺസ്, മൂത്രത്തിൽ കൂടെ രക്തം പോകുന്ന അവസ്ഥ. ഇനി ഈ പറഞ്ഞ അവയവങ്ങളിലേക്ക് ഉണ്ടാകുന്ന മുഴകൾ, അത് ചിലപ്പോൾ ക്യാൻസർ സംബന്ധമായ മുഴകളാകാനും സാധ്യതയുണ്ട്. മൂത്രതടസ്സം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം, മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥ അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇൻഫെർട്ടിലിറ്റി. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു യൂറോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ. നമുക്ക് യൂറോളജി സംബന്ധമായ കൂടുതൽ വീഡിയോസുമായി ഇനിയും കാണാം. താങ്ക് യു.